ഒരു മിനിറ്റ്. ഹലോ, മറന്നിട്ടില്ലുമ്മ. ദാ ഞാനിപ്പോൾ എത്താം. ഒരു 5 മിനിറ്റ്. ശരി ശരി. ഉമ്മയ്ക്കേ ഇന്നൊരു കസിൻ്റെ വീട്ടിൽ പോണം. നേരത്തെ ചെല്ലാന്ന് ഞാൻ ഏറ്റിരുന്നതാ, വീട്ടുകാവലിന്. നിന്റെ പണി നടക്കട്ടെ. എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് പ്രോഗ്രാമായി കണ്ടോളാം ഞാൻ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ജാവേദ്, ബിലാൽ ജിരി, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിലെ അധികായം, മനുഷ്യസ്നേഹിയായ ബിസിനസ്സുകാരൻ എന്ന ഖ്യാതി. ഒടുവിൽ ഇന്ത്യയിലെ അവിശ്വാസികളുടെ സർക്കാർ പത്മശ്രീ ബഹുമതി വരെ നൽകി ആദരിച്ചു. നമ്മുടെ സഖ്യം തുടങ്ങിയത് മുതൽ ഇതുവരെ എണ്ണമറ്റ കോടികൾ നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തി. മുക്കാലും ജിഹാദിന്റെ വഴിയിലൂടെ തന്നെ. അതിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തൊട്ട് ആയുധ കച്ചവടം വരെ എത്രയെത്ര വഴികൾ. പക്ഷേ ഒരിക്കലും നെറുകേട് കാണിച്ചിട്ടില്ല ബിലാൽ. ഞാൻ എപ്പോഴും മുജാഹിദുകൾക്ക് പ്രത്യുപകാരം ചെയ്തു. പണം കൊണ്ട് മാത്രമല്ല, മറ്റെല്ലാ വിധത്തിലും. പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് നമ്മൾ വളർന്നത്. അറിയാമല്ലോ ബിലാൽ, നിങ്ങളുടെ ഈ തലച്ചോറായ ഇന്ത്യൻ ജിഹാദിന്റെ മുതൽക്കൂട്ട്. ഇന്ത്യയിൽ നടന്ന എത്രയോ സ്ഫോടനങ്ങൾക്ക് പുറകിൽ നിങ്ങളുടെ കൂർമ്മബുദ്ധിയുണ്ട്. ഒടുവിൽ തിരുവനന്തപുരം സ്ഫോടനം വരെ. നമുക്ക് ആയുധങ്ങളുടെ ശക്തി മാത്രം പോരാ, ബുദ്ധിയുടെ പിൻബലവും വേണം. ഇന്ത്യയുടെ അസ്ഥിവാരം വിളക്കാൻ ശക്തിയുള്ള പദ്ധതികളിൽ ഒന്നിന്റെ മാസ്റ്റർ പ്ലാനാണ് താങ്കൾ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചത്. നമ്മുടെ ഗ്ലോബൽ സെന്റർ തയ്യാറാക്കിയ പ്ലാൻ പ്രായോഗികമാക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ഒരു ലോങ് ടൈം പ്ലാൻ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യൻ സാമ്രാജ്യം തകർന്നടിയണം. തമ്മിലടിച്ചും പരസ്പരം കൊന്നും കൊല്ലിച്ചും ഇന്ത്യ ചിതറിത്തെറിക്കണം. ഒരു 100 കഷ്ണങ്ങളായി എഴുതി വെച്ചോളൂ ഇത്. കണ്ടതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒക്കെ പെട്ടെന്നങ്ങ്. നീ വിഷമിക്കണ്ട, വേണമെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കാം. പെട്ടെന്ന് ഞാനങ്ങ് ഒറ്റയായ പോലെ, നനച്ചിരിക്കാതെ ജീവിതം അവസാനിച്ച പോലെ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഞാനിനി എങ്ങനെ അവരോട് സംസാരിക്കും? ദിയ, പഴയതോരോന്നും റീകളക്ട് ചെയ്ത് നോക്കുവാൻ ഞാൻ. ഓരോ സംഭവവും അന്നതൊക്കെ വളരെ കാഷ്വലായി തോന്നി എനിക്ക്. പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും മനസ്സിലാവുന്നുണ്ട് എനിക്ക്. കഴിഞ്ഞ ദിവസം ഇക്ക എന്നെ തല്ലാൻ വന്നതിൻ്റെ വരെ. പക്ഷെ ജാവേദ്. ദിയ, ഒക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കാം നമുക്ക്. വേണ്ട, എനിക്ക് വേണ്ടി നീ ഈ പ്രോഗ്രാം ഉപേക്ഷിക്കണ്ട. എനിക്കറിയില്ലേ നിന്നെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചുമൊക്കെ ഒരുപാട് വാചാലയാകാറില്ല നീ. സ്വസ്ഥത കിട്ടില്ല നിനക്കൊരിക്കലും. ജീവിതകാലം മുഴുവൻ ഈ പാപഭാരവും പേറി നടക്കേണ്ടി വരും നിനക്ക്. ദിയ, ഒക്കെ സംഭവിച്ചു കഴിഞ്ഞതാ. എനിക്കായിട്ട് ഇതൊന്നും തിരുത്താൻ കഴിയില്ല. ഇക്കയോടും ബാപ്പയോടും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പുറത്തു വരും. അത്രയും കാലം ഈ രഹസ്യവും താങ്ങി നടക്കാൻ പറ്റില്ല എനിക്ക്. എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. ഒക്കെ തകർന്ന് തരിപ്പണായിക്കോട്ടെ, എനിക്ക് പറ്റില്ല ഇതിനൊന്നും കൂട്ടി നിൽക്കാൻ. നീ ഇത് ഫോളോ അപ്പ് ചെയ്യണം. എല്ലാരും കാണട്ടെ ഇതൊക്കെ.
പിന്നെ എന്ത് വന്നാലും വേണ്ടില്ല, സഹിച്ചോളാം ഞാൻ. ഏയ് ദിയ, ഇത്രയും സ്നേഹമുണ്ടല്ലോ നിനക്ക് എന്നോട്, അത് മതി. അതന്നെ. എന്താ ദിയ? എന്തു പറ്റി? ദിയ, കണ്ണിലെന്തോ കരട്. എവിടെ നോക്കട്ടെ. പോയോ? ഇക്ക, ഇത് ജാവേദ്. എന്റെ കോളേജില് ന്യൂറോളജിയിലെ MD ചെയ്യുന്നു. ആഹാ, ജാവേദ് ഇതെന്റെ ബ്രദറാ. ഹലോ. ഹലോ, കണ്ടതിൽ സന്തോഷം. ഇങ്ങോട്ടിരിക്കാം. പ്ലീസ് ഹാവ് ഇറ്റ്. ജാവേദ് മുഹമ്മദ്, ദ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ മുഹമ്മദ് ഹുസൈൻ മഹമൂദിന്റെ പുത്രനും മതപണ്ഡിതനുമായ മാലിക് മുഹമ്മദിന്റെ മകൻ. ഇങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താ, ഒരു പ്രേമത്തിന്റെ കോള് വല്ലതും ഉണ്ടോ? സത്യം പറയല്ല നീ, നിനക്ക് അയാൾ നല്ലതുപോലെ ചേരുന്നുണ്ട്. എ പെർഫെക്റ്റ് ജോഡി. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്താ? ജീവിതത്തിൽ എനിക്ക് ഇനിയൊന്നും പ്രതീക്ഷിക്കാൻ ബാക്കിയില്ല ജാവേദ്. എൻ്റെ ബാപ്പയൊക്കെയും തീവ്രവാദികളുടെ ബുദ്ധി കേന്ദ്രമാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ മരിച്ചു. ഞാനിതൊക്കെ എവിടുന്ന് അറിഞ്ഞു എന്ന് മാത്രം നീ എന്നോട് ചോദിക്കരുത്. നിന്നെ ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അവരോട് ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും എനിക്കാവില്ല. എനിക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ തിരിച്ചു വരണം. നരകത്തിലേക്കാണ് ജാവേദ് നിന്റെ ഈ യാത്ര. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്. എൻ്റെ വഴിയെക്കുറിച്ച് എനിക്ക് സംശയങ്ങളില്ല. അങ്ങേറ്റം കൺവിൻസ്ഡാണ് ഞാൻ ആ കാര്യത്തിൽ. സത്യത്തിൽ നിന്നോടാണ് ഞാൻ ഇതിനൊക്കെ നന്ദി പറയേണ്ടത്. നീയാണ് എനിക്ക് വഴി തുറന്നു തന്നത്. നിന്റെ ബാപ്പയും ഇക്കയും കാണും വരെ ഞാനൊരു അന്ധനായിരുന്നു. പരമകാരുണ്യനായ ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് കണ്ണും കാതും തുറന്നു വയ്ക്കാൻ പ്രേരിപ്പിച്ചത് അവരാണ്. അങ്ങനെ എൻ്റെ അജ്ഞത നീ. ലോകമെമ്പാടും ചൊരിയപ്പെടുന്ന മുസൽമാരുടെ ചോര ഞാൻ കണ്ടു. അവിശ്വാസികളുടെ പടയോട്ടങ്ങൾ, അലംഘനീയമായ 2 പാഠങ്ങൾ ഞാൻ പഠിച്ചു. സ്വയം സംശയിക്കാതിരിക്കുക, ദൈവവചനങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. നിർത്തു ജാവേദ്. നാണമാവുന്നില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? വെറുപ്പല്ല, സ്നേഹമാണ് മതത്തിന്റെ സന്ദേശം. ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും നീ എന്നെക്കാൾ എത്രയോ ഉയരത്തിലാണ്. എന്നിട്ട് നീ നരഭോജികളുടെ ചിന്തകളിൽ വീണല്ലോ. വല്ലാത്തൊരു ഡീജനറേഷൻ തന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജാവേദ്, അവർ നിന്നെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു. ഇക്കയും ബാപ്പയും എന്നെ കരുവാക്കിക്കൊണ്ട്. പിന്നെ പിന്നെ നീ അവരുടെ കൂട്ടത്തിൽ ഒരാളായി. ഇപ്പോ ഒരു കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായി. എന്റെ പ്രതീക്ഷകൾ തെറ്റായിരുന്നുവെന്ന്. നിന്നെ ഒരിക്കലും എനിക്ക് തിരുത്താനാവില്ലെന്ന്. നീ ഒന്നും മറക്കണ്ട ജാവേദ്. ഒരു വലിയ ദുരന്തം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാനിനി നിന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ പോകുന്നു. നീ തീവ്രവാദത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാതെ ഇനി നമ്മൾ തമ്മിൽ കാണലുണ്ടാവില്ല. സത്യം. ഒരപേക്ഷ, നീ ഇതൊന്നും ആരോടും പറയരുത്. നിന്റെ ഈ പുതിയ അറിവ് നീ ഇതൊക്കെ അറിഞ്ഞെന്ന് മറ്റാരും അറിയാതെയും ഇരിക്കട്ടെ. നിന്റെ ബാപ്പയും മിക്കയും പോലും.
ആയുധങ്ങളുമായി ഇന്ന് രാത്രി നമ്മുടെ ഒരു വാഹനം ചുരം കടക്കുമെന്ന് പോലീസുകാരെങ്ങനെ അറിഞ്ഞു? പറയടാ. പോലീസിൽ നമ്മുടെ ഇൻഫോമേഴ്സ് ഇല്ലായിരുന്നെങ്കിലോ? ഒറ്റുകാരന്റെ വിധി എന്താണെന്ന് അറിയാമോ നിനക്ക്? നീ നിരപരാധിയാണെന്നുള്ള നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. ജിഹാദിന്റെ വിജയത്തിനായി നീ ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഓർത്ത്, നീ ഒഴുക്കിയ ചോരപ്പുഴകളെയും കൊന്നൊടുക്കിയ അവിശ്വാസികളുടെ വൃത്തികെട്ട മുഖങ്ങളെയും ഓർത്ത് ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ നിനക്ക് മാപ്പ് തരുന്നു. ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം.